രണ്ടാം തവണയും അധികാരമേറ്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 7,25,000 ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ആശങ്കയിൽ. കരയിലൂടെയോ ആകാശത്തിലൂടെയോ ഉടൻ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്ന ട്രംപിന്റെ വാഗ്ദാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിലെത്തുന്നതിന് മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിൽ പ്രതിജ്ഞ ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഒരു പരമ്പരയിലൂടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നാടുകടത്തലാണ് ട്രംപിന്റെ ആദ്യ ലക്ഷ്യം. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ അതിർത്തികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും ആക്രമണാത്മകവും വ്യാപകവുമായ ശ്രമമായിരിക്കും ഇതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. കൂടാതെ അനധികൃത കുടിയേറ്റം തങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും നാം ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല, ഞങ്ങൾ അധിനിവേശം ചെയ്യപ്പെടുകയില്ല, കീഴടക്കപ്പെടുകയില്ല, US ഒരിക്കൽ കൂടി സ്വതന്ത്രരും അഭിമാനികളുമായ രാഷ്ട്രമാകും, അത് നാളെ നടക്കും എന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. നിലവിൽ US-ലെ 7,25,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെയാണ് ആദ്യം നാടുകടത്തപ്പെടുക. കൂടാതെ മെക്സിക്കോയിൽ 4 ദശലക്ഷം, എൽ സാൽവഡോർ 7,50,000 എന്നിങ്ങനെയാണ് കുടിയേറ്റക്കാരുടെ എണ്ണം. US-ന്റെ കണക്കാക്കിയ 11 ദശലക്ഷം മുതൽ 14 ദശലക്ഷം വരെ രേഖകളില്ലാത്തതോ താൽക്കാലികമായി രേഖപ്പെടുത്തുന്നതോ ആയ വിദേശീയർക്ക് ഒരു ലോജിസ്റ്റിക് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കുറവാണ്. ട്രംപ്, ഒബാമ, ബുഷ് എന്നിവരെ ഒഴിവാക്കി കഴിഞ്ഞ 3 US പ്രസിഡന്റ്മാരുടെ സംരക്ഷണത്തിലൂടെ അവരിൽ പകുതിയോളം പേർക്കും US-ൽ ജീവിക്കാനോ നിയമപരമായി ജോലി ചെയ്യാനോ ഉള്ള അധികാരം നിലവിലുണ്ട്. എന്നാൽ വിവിധ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ച് പറയുകയും അതിനെ അധിനിവേശമെന്ന് വിളിക്കുകയും ചെയ്ത ട്രംപ് 6,55,000 ക്രിമിനൽ കുറ്റങ്ങളോ ശിക്ഷകളോ ഉള്ളവരെയാണ് ആദ്യം കണ്ടെത്തുമെന്ന് പ്രതിജ്ഞയെടുത്തത്. കൂടാതെ നിയമ നടപടികൾക്ക് ശേഷം നാടുകടത്തൽ ഉത്തരവുകൾ ലഭിച്ച 1.4 ദശലക്ഷം ആളുകളെ നാടുകടത്തുമെന്നും ആഞ്ഞടിച്ചു. നിലവിൽ ഇവരിൽ 40,000 പേർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. എന്നാൽ ഇവരെ എല്ലാവരെയും നാടുകടത്താൻ ഏകദേശം 150 വിമാനങ്ങൾ വേണ്ടിവരുമെന്നും ഇതിനകം നാടുകടത്തൽ ഉത്തരവ് ലഭിച്ചവരെ റൗണ്ടപ്പ് ചെയ്യുന്നതിന് 5,000-ലധികം വിമാനങ്ങൾ വേണ്ടിവരുമെന്നും ട്രംപ് തന്റെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം നാടുകടത്തൽ തീർപ്പ് കൽപ്പിക്കാത്തതോ നിയമ നടപടികൾ തൽക്കാലം നിർത്തുന്നതോ ആയ 6 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാരിൽ ഭയം ഇപ്പോൾ വ്യാപിക്കുകയാണ്. 2.6 ദശലക്ഷം അഭയാർത്ഥികൾ, 1.1 ദശലക്ഷം താൽക്കാലിക സംരക്ഷണ പദവിയുള്ളവർ, അഫ്ഗാനിസ്ഥാൻ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മാനുഷിക പരോളിൽ 8,50,000 പേർ, കുട്ടികളായി രാജ്യത്തേക്ക് കൊണ്ടുവന്ന രേഖകളില്ലാതെ 5,40,000 DACA സംരക്ഷകർ എന്നിവരുൾപ്പെടെ 5 ദശലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. എല്ലാ നിയമവിരുദ്ധമായ പ്രവേശനങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും ദശലക്ഷക്കണക്കിന് ക്രിമിനൽ വിദേശികളെ അവർ വന്ന സ്ഥലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയ ഞങ്ങൾ ആരംഭിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. കൂടാതെ ഞങ്ങൾ മെക്സിക്കോയിൽ തുടരുക എന്ന നയം പുനഃസ്ഥാപിക്കുകയും ക്യാച്ച് ആൻഡ് റിലീസ് സമ്പ്രദായം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നും നമ്മുടെ രാജ്യത്തിന്റെ വിനാശകരമായ അധിനിവേശത്തെ ചെറുക്കാൻ ഞാൻ സൈന്യത്തെ തെക്കൻ അതിർത്തിയിലേക്ക് അയക്കുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ 1798-ലെ ഏലിയൻ എനിമീസ് ആക്ട് നടപ്പിലാക്കുന്നതിലൂടെ ഈ ആക്ട് പൂർണ്ണമായി ഉപയോഗിക്കാൻ നമ്മുടെ സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും നമ്മുടെ നഗരങ്ങളും ആന്തരിക നഗരങ്ങളും ഉൾപ്പെടെ US മണ്ണിലേക്ക് വിനാശകരമായ കുറ്റകൃത്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ വിദേശ സംഘങ്ങളുടെയും ക്രിമിനൽ നെറ്റ്വർക്കുകളുടെയും സാന്നിധ്യം ഇല്ലാതാക്കാൻ ഫെഡറൽ സ്റ്റേറ്റ് നിയമനിർവഹണത്തിന് ശക്തി പ്രയോഗിക്കണം എന്ന നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നാടുകടത്തപ്പെടാൻ സാധ്യതയുള്ളവരെ സംരക്ഷിച്ചാൽ അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയെന്ന കുറ്റാരോപണം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഇൻകമിംഗ് ബോർഡർ സർ ടോം ഹോമാൻ നഗര സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പും 11 മില്യണിലധികം വരുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാരിൽ പകുതിയിലധികം പേരും 10 വർഷത്തിലേറെയായി US-ലാണ് താമസമെന്നും അദ്ദേഹം പറഞ്ഞു.